ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി നമ്മൾ K2ൻ്റെ അണ്ടറിലുള്ള ടൂർണമെൻറ്റ് കാണാൻ പോവാണ്. നമ്മുടെ ടീമും പങ്കെടുക്കുന്നുണ്ട്, SJCT. അപ്പം സെമി കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം RIT ആയിട്ടാണ് ഗൈസ്, അവരുടെ ഹോം ഗ്രൗണ്ടാണ്. സോ നമ്മുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ചെല്ലണ്ട ഗ്രൗണ്ട് സപ്പോർട്ട്. അതിപ്പം ഞാനും ചാക്കോയും കൂടെ പോവാണ്. നമുക്ക് ചാക്കോനെ കൂട്ടാൻ പോവാം. ഓക്കെ ഗൈസ്, ചാക്കോച്ചൻ വന്നിരിക്കുന്നു. ഗൈസ്, ഞങ്ങൾ ചെന്നപ്പോഴേക്കും കളി തുടങ്ങിയായിരുന്നു. സ്കോർ 0-0 ഇപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു ഫൗളാണെന്നല്ലേ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയും കൂടെ കണ്ടിട്ട് റെഫറിയുടെ തീരുമാനങ്ങൾ വിലയിരുത്തുക. ഗൈസ്, സെക്കൻഡ് ഹാഫിൽ നടന്നൊരു ഇൻസിഡൻ്റാണ് ഇത്. ക്ലിയറായിട്ട് ഡൈവ് ചെയ്യുന്നതെന്ന് കാണാം. റെഫറി പെനാൽറ്റി കൊടുക്കുന്നു. ഓക്കെ, ഒരാൾ ഫ്രണ്ടോട്ട് വീഴണമെങ്കിൽ അയാളെ ഫ്രണ്ടോട്ട് പുഷ് ചെയ്യണം. ഇത് ടച്ച് ചെയ്യുമ്പോഴേക്കും ഡൈവ് ചെയ്യുക, ക്ലിയറായിട്ട് കാണാം. നമ്മുടെ പ്ലെയറിനെ പുഷ് ചെയ്തപ്പോൾ ഫൗളില്ല, അവരുടെ പ്ലെയർ ഡൈവ് ചെയ്ത പെനാൽറ്റി കൊടുത്ത് പോട്ടേന്ന് വെക്കാം. ഇത് നമ്മുടെ ക്യാപ്റ്റൻ അപ്പീൽ ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും റെഡ് കാർഡ് കൊടുത്ത് നേരെ പുറത്തിട്ടു. ഡയറക്റ്റ് റെഡ്. എവിടെ ഏത് കളിയിലാണ് ഡയറക്റ്റ് റെഡ് ചോദിക്കുന്നതിന്? അപ്പീൽ ചെയ്തതിന് ഡയറക്റ്റ് റെഡ്, ഒന്നും പറയാനില്ല. തോന്നിയ ദിവസം അല്ലാണ്ട് തന്നെയല്ല. പെനാൽറ്റി കൊടുത്ത് റെഫറിങ്ങിലെ പിഴവായിട്ട് നമുക്ക് കൂട്ടാം, ബട്ട് റെഡ് കാർഡ് കൊടുത്തത് എങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത്? ഇത് റെഫറി ക്ലിയറായിട്ട് വൺ സൈഡ് വിളിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം കളി കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ തോറ്റു 2-0. കാരണം നമ്മൾ ആ പെനാൽറ്റി അവർ സ്കോർ ചെയ്തു. പിന്നെ നമ്മുടെ പ്ലെയറിന് റെഡും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ടീം മൊത്തത്തിൽ ഡൗൺ ആയി. അവരൊരു ഗോളും കൂടെ സ്കോർ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമ്മൾ 10 പേരെ വെച്ചാണ് കളിച്ചത്. നമ്മളെ പിള്ളേർ നന്നായിട്ട് കളിച്ചു, പക്ഷേ എന്നാ പറയാനാ, റെഫറിങ്ങിലെ പിഴ കാരണം നമ്മൾ തോൽക്കേണ്ടി വന്നു. അമൽ 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 RITയിലെ രാജകുമാരൻ. നല്ല റെഫറിങ് ആയിരുന്നു. ആണോ? നീ ഏതാ കോളേജ്? ഏതാ? RIT. അടുത്ത വർഷം ഇറങ്ങോ? അടുത്ത വർഷം ഇറങ്ങാനൊന്നും അതൊന്നും ചടങ്ങാണ്. മറ്റേ കോളേജ് ഹോസ്റ്റലൊക്കെ വേണം അതിന്. കോളേജ് ഹോസ്റ്റലല്ല, നാണം വരുന്നോ? നാണം വരും. നീ നിന്റെ ഫേസ് കാണിക്കും കുറച്ച് നേരം. അവര് അത് കാണാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പിന്നെ ആ ഹെൽമെറ്റ് ഒന്ന് ഒരിക്കടിയോണേ. ഹെൽമെറ്റ് ഒരിക്കുക. അതാ ഡിയോന്റെ ഹെൽമെറ്റ് ഒരിക്കുക. ഡിയോന്റെ സ്കാർഫാണ് ഹൈലൈറ്റ്. അതെന്താന്ന് പറയുന്നവർക്ക് ഡിയോണ്ട് ഒക്കെ സ്പെഷ്യൽ ഗീവ് അവേ. ആ സ്കാർഫ് ഡിയോൺ അങ്ങ് തരും. കമന്റ് ചെയ്യുക. ഒരു സൈഡുണ്ട്, വേറെ സൈഡുണ്ട്. എന്ത്? 2 സൈഡില്ലേ? അതെന്താ നിങ്ങൾ കേട്ടിട്ട്, നിങ്ങളത് കേട്ടവര് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നവർ ഡീകോഡ് ചെയ്തിട്ട് അതെന്താന്ന് പറയുന്ന ആൾക്ക് ഡിയോൺ വെച്ചിരിക്കുന്ന പോലെ തന്നെ അതിന്റെ സെയിം എക്സാക്ട് കോപ്പി, എക്സാക്ട് സാധനം കിട്ടും. അതിനെപ്പറ്റി നല്ല പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ കോളേജ്. ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. പിന്നെ ക്ലാസ്സിലല്ലേ പിള്ളേരൊക്കെ? പഠിക്കുകയല്ല, നമ്മളെ ക്ലാസ്സിലൊക്കെ കയറണം. എന്നിട്ട് നീ എന്നെ കയറാതെ? ഞാൻ വോളണ്ടിയർ ഡ്യൂട്ടി ലീവ് എടുത്തു. പോയി ക്ലാസ്സിൽ കയറാം. ഡ്യൂട്ടി ലീവ് ഉണ്ട്. സാർമാരിത് കാണുന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ലീവ് മേടിച്ച് പുറത്തോടെ നടക്കുകയാണ്. പുറത്തോടെ നടക്കാറ് അതിന് 11 മണിക്ക് എന്നാ ചെയ്താ? 11 മണിക്ക് ഉള്ള അതിന് എന്നാ മതി. ബോൾ ബോയ് അമൽ ദേവ്. ബോൾ ബോയ് അല്ല, വോളണ്ടിയർ. ബോൾ ബോയ് എന്നല്ല. പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കൊറേയൊക്കെ പിടിച്ചു വരുന്നത്. എടുക്കേണ്ട ആവശ്യമില്ല. അടുത്ത ദിവസം നമ്മുടെ RIT ടെക് ഫെസ്റ്റ് ആണ്. അപ്പോൾ അത് കൂടാൻ, അത് ചിലപ്പോൾ ഡിയോൺ വ്ളോഗ് എടുക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു ഞാൻ. നീ എങ്ങോട്ട് അടുത്തേക്ക് വരാം. ഡിയോൺ വ്ളോഗ് എടുക്കാനായിട്ട് RITയുടെ ടെക് ഫെസ്റ്റ് വ്ളോഗ് എടുക്കാൻ ഡിയോൺ വരുന്നുണ്ടോ? RIT പോയിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വന്നു. റെഫറി കാണിച്ചത് ശരിയായോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഫെയറായിട്ട് തോന്നിയില്ല. നമ്മളെ ക്യാപ്റ്റന് ചോദിച്ചതിന് റെഡ് കാർഡ് വെറുതെ കൊടുത്തു. അതൊന്നും ഫെയർ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഞെക്കിയേക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനിയും വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.